സാർ 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 കേൾക്കുന്നു സാർ സാർ ഒരു പുതിയ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടിരിക്കാം. ഒരു സെക്കൻഡ് സാർ 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 ഒരു തെറ്റ് പറ്റി സാർ സാർ ഒരു തെറ്റ് പറ്റി ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പുതിയതായി അവതരിപ്പിക്കുന്ന പദ്ധതികളുടെ കാര്യത്തെക്കുറിച്ച് കൂടി പറയണം സാർ. സാർ ഇവിടെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വിശദമായി പഠിച്ച് അത് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സാർ വ്യവസായ IT, ഫ്യൂച്ചർ ടെക്നോളജി ആൻഡ് AI വകുപ്പിന് 100 കോടി രൂപ അധികമായി വകയിരുത്തും. സാർ അരൂരിൽ ശ്രീമതി KR ഗൗരി അമ്മയുടെ പേരിൽ സ്മാരകം പണിയാൻ 1 കോടി രൂപ വകയിരുത്തുന്നു. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കുന്നതിനും കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനും 5 കോടി രൂപ വകയിരുത്തുന്നു. തിക്കോടി മൂടാടി പഞ്ചായത്തിലെ കോടിക്കൽ മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന് 7.5 കോടി രൂപ വകയിരുത്തുന്നു. മാവൂർ പഞ്ചായത്തിലെ കുറ്റിക്കടവ് പാലം 10 കോടി രൂപ വകയിരുത്തുന്നു. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. അമ്പൂരി പഞ്ചായത്ത് കെട്ടിട പണിയാൻ 1 കോടി രൂപ വകയിരുത്തുന്നു. സർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് 50 കോടി രൂപ കൂടി അധികമായി വകയിരുത്തുന്നു. തിരൂർ ക്യാൻസർ ആശുപത്രിക്ക് ഉപകരണം വാങ്ങാൻ 3 കോടി രൂപ വകയിരുത്തുന്നു. നീർക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ സ്റ്റേഡിയം നിർമ്മാണം 5 കോടി രൂപ വയ്ക്കുന്നു. ചെറിയ റെയിൽ അടിപ്പാത നിർമ്മാണത്തിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. കറുകച്ചാൽ ഫയർ സ്റ്റേഷൻ നിർമ്മാണത്തിന് 1 കോടി രൂപ, വെള്ളയിൽ ഫിഷിംഗ് ഹാർബർ നവീകരണത്തിന് 2 കോടി രൂപ, കോവളം നിയോജക മണ്ഡലത്തിൽ സ്ഥലം വാങ്ങി സ്റ്റേഡിയം നിർമ്മിക്കാൻ ആവശ്യമായ 20 കോടി രൂപ, കക്കോടി പോലീസ് സ്റ്റേഷന് 2 കോടി രൂപ, കരുവട്ടൂർ FHCയെ CSC ആയി ഉയർത്താൻ 1.5 കോടി രൂപ, കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കാഞ്ഞിരം മുതൽ ആനമൂളി വരെയുള്ള റോഡ് 1 കോടി രൂപ, നീലിപ്പാറ മണിയൻ കിണർ റോഡ് നവീകരണം 2 കോടി രൂപ വകയിരുത്തുന്നു. പുഞ്ചിരിപ്പാടം റോഡ് അഭിവൃദ്ധിപ്പെടുത്തലും സൗന്ദര്യവൽക്കരണവും 1 കോടി രൂപ, വളാഞ്ചേരി ഫയർ സ്റ്റേഷൻ 5 കോടി, പുത്തൂർ ചെന്നക്കൽ ബൈപ്പാസ് 3ാം ഘട്ട നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കും, 5 കോടി രൂപ വകയിരുത്തുന്നു. മമ്പുറം ഹെറിറ്റേജ് വില്ലേജ് ആ പദ്ധതി നമ്മൾ നടപ്പാക്കും. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം, അങ്കമാലി മണ്ഡലത്തിലെ തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നിവ ഉൾപ്പെടെ 4 അമ്പല തീർത്ഥാടന പാക്കേജിനായി 10 കോടി രൂപ അനുവദിക്കുന്നു. കടുത്തുരുത്തി വലിയ തോടുകളുടെയും വിവിധ ജലാശയങ്ങളുടെയും പുനരുജ്ജീവനും വെള്ളപ്പൊക്ക നിയന്ത്രണവും ജലസേചന ടൂറിസം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 10 കോടി രൂപ. കരമന കളിയിക്കാവിള 4 വരി പാത വികസനത്തിന് അടുത്ത റീച്ചിലേക്ക് ആവശ്യമായ പണം അനുവദിക്കും. കടുത്തുരുത്തി പഞ്ചായത്തിൽ ജലസേചന വകുപ്പിന് പുതിയ കെട്ടിട നിർമ്മാണവും അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ 2 കോടി രൂപ. പുനലൂർ റവന്യൂ ടവറിന് 1 കോടി രൂപ ആദ്യം അനുവദിക്കുന്നു. ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് 2 കോടി രൂപ അനുവദിക്കുന്നു. കോതമംഗലം ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നേരത്തെ പ്രഖ്യാപിച്ചതാണ്, പൈസ വെച്ചിരുന്നില്ല, 5 കോടി രൂപ വകയിരുത്തുന്നു. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി നഗരസഭയിൽ LBS ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിന് 5 കോടി. പാലാ എറണാകുളം സൂപ്പർഫാസ്റ്റ് ഹൈവേ നിർമ്മാണത്തിന്റെ പഠനത്തിനായി 1 കോടി രൂപ. റിവർ വ്യൂ റോഡ് വന്ന് നിൽക്കുന്ന സാന്തോം കോംപ്ലക്സ് മുതൽ വൈക്കം റോഡ് RV ജംഗ്ഷൻ ക്രോസ് ചെയ്തുള്ള ഒരു ഫ്ലൈ ഓവർ പ്രാഥമിക പഠനത്തിനായി 10 ലക്ഷം രൂപ. പാലായിലെ പൂർത്തിയാകാത്ത ബൈപ്പാസ് റോഡിന് റിവർ വ്യൂ റോഡിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 5 കോടി രൂപ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കാഗല്ലി വികസനം 3 കോടി രൂപ. പിറവത്ത് TM ജേക്കബ് സ്മാരകം നിർമ്മിക്കാൻ 50 ലക്ഷം. ആലുവ നാഷണൽ ഹൈവേ പുളിഞ്ചോട് മുതൽ മംഗലപ്പുഴ പാലം വരെ ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്ക് മാറ്റുന്നതിനായി NATPACയെ കൊണ്ട് സാധ്യതാ പഠനം നടത്തി വിശദമായ റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 30 ലക്ഷം രൂപ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനായി 5 കോടി രൂപ അധികമായി വിലയിരുത്തുന്നു. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നവീകരണം 4 കോടി രൂപ വകയിരുത്തുന്നു. രാമന്തളി വടക്കുംപാട് മാപ്പിള UP സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപ. പേരൂർക്കട ജില്ലാ മോഡൽ ഹോസ്പിറ്റൽ 6 കോടി രൂപ. കന്യാകുളങ്ങര സിയോൺ കുന്ന് റോഡ് 2 കോടി രൂപ. മല്ലപ്പള്ളി ഫയർ സ്റ്റേഷൻ 1 കോടി രൂപ. സർ മുക്കയം FHCയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിന് 1 കോടി രൂപ. സർ
കാഷ്യൂ വർക്കേഴ്സിന് ഗ്രാറ്റുവിറ്റി ആയിട്ട് ഒരു 10 കോടി രൂപ കൂടി അഡീഷണൽ ആയിട്ട് നമ്മൾ അനുവദിക്കുക. സർ, ഇത് ഇനി പുതുക്കിയത് റവന്യൂ വരവ് 1,69,646.37 കോടി രൂപ. റവന്യൂ ചെലവ് 2,05,001.67 കോടി രൂപ. റവന്യൂ കമ്മി 35,355.30. മൂലധന ചെലവ് തനി മൈനസ് 19,651.41. വായ്പകളും മുൻകൂറുകളും തനി മൈനസ് 1,398.65 കോടി. പൊതുകടം തനി 52,364.13. പൊതുകണക്ക് തനി 4,000 കോടി. ആകെ കമ്മി മൈനസ് 41.23. വർഷാരംഭ രൊക്ക ബാക്കി മൈനസ് 382.45. വർഷാന്ത്യ രൊക്ക ബാക്കി മൈനസ് 423.68 കോടി. സഭയിൽ പ്രഖ്യാപിച്ച അധിക ചെലവ് മൈനസ് 1,080.95 ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ. വർഷാന്ത്യ രൊക്ക ബാക്കി മൈനസ് 1,504.63 കോടി. ഇപ്പോൾ സഭയിൽ പ്രഖ്യാപിച്ച അധിക ചെലവ് 315 കോടി. വർഷാന്ത്യ രൊക്ക ബാക്കി മൈനസ് 1,809.63 കോടി. സർ, ഇത് ഈ സഭ അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. ചട്ടം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള ഉപക്ഷേപം. സംശയം ചോദിക്കാൻ അദ്ദേഹം സമയം തരാമെന്ന് പറഞ്ഞാണ്. അതിനകത്തൊരു പോയിന്റ് ഓഫ് ഓർഡർ അങ്ങയോട് ശ്രദ്ധിച്ചില്ല. സാർ, ഇലക്ഷൻ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തീരുമാനിക്കാൻ ഞാൻ പറഞ്ഞു. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അങ്ങനെ അല്ല. 3 വർഷത്തിലധികമായി ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ കാര്യം വരുമ്പോൾ ഇതിന് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്തും വന്നതാണ്. ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യം പറഞ്ഞാണ്. ചിലപ്പോൾ ഇച്ചിരി നികുതി വരുമാനം വരുമെന്നുള്ളതും കറക്റ്റാണ്. പക്ഷേ ഇതൊരു പുതിയ സെക്ടറാണ്, അത് കൊടുക്കാൻ പാടില്ല എന്ന് ശക്തമായ തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് സാർ ഇത് കൊടുക്കാഞ്ഞത്. ശക്തമായ തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് കൊടുക്കാഞ്ഞത്. അല്ലാതെ വെറുതെ അല്ല. ഇലക്ഷൻ്റെ സമയം വേറത്തെ ഇലക്ഷൻ വന്നല്ലോ സാർ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത് ശരിയായില്ല സാർ. 2 കാര്യങ്ങളുണ്ട്. അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു. നേരത്തെ 2018-19 ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ കാര്യം പറഞ്ഞു. നേരത്തെ ഉള്ള ധനകാര്യമന്ത്രിയുടെ സമയത്താണ് ഗവൺമെൻറ്. സാർ, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടാണ്. അപ്പോൾ അല്ലല്ല, ഇതിനകത്ത് അല്ലേ പോയിന്റ് ഓഫ് അല്ല. നിങ്ങൾ സി എം അഴകാന്ന് പറഞ്ഞു. അല്ലല്ല, സി എം അഴകാന്ന് പറഞ്ഞു. അതിനകത്ത് ഇല്ലാത്തൊരു കാര്യം, ഇവിടെ ഇല്ലാത്തൊരു കാര്യം പറ്റി പറയുമ്പോൾ അതങ്ങനെ പറയാമോ? അത് ഇത്രയും കാലം പറഞ്ഞില്ല. അതങ്ങനെ പറയുന്നത് ശരിയാണോ? ഈ സഭ അംഗീകരിച്ചു പോയതാണ്. വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്ന ഇതിന് കസ്റ്റംസ് ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വളരെ വലിയ വില വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഒരു പോയിന്റ് എന്ന നിലയിൽ അദ്ദേഹം പറയുമ്പോൾ അത് ശരിയാണോ? നേരത്തെ ഇവിടെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ 3-5-6 വർഷം മുമ്പ് അംഗീകരിച്ചൊരു ബഡ്ജറ്റിനകത്ത് ആ കാര്യം സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് ശരിയാണോ? മൂന്നാമത്തെ കാര്യം പോയിന്റ് ഓഫ് ഓർഡർ സംശയമാണ്. ഇപ്പോൾ പോയിന്റ് ഓഫ് ഓർഡർ സംശയമാണ്. ഇപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ പാസ്സാക്കിയാൽ ബഹുമാനപ്പെട്ട സി എം മുഖ്യമന്ത്രി ഇതൊരു സംശയമാണ്. ഇപ്പൊ പാസ്സാക്കിയാൽ സർ അങ്ങ് ക്ലാരിറ്റി തന്നാലും മതി. ഇപ്പൊ നമ്മള് ഇവിടെ ഇത് പാസ്സാക്കുന്നു. ബക്കാഡിയുടെ കാര്യം അല്ലെങ്കിൽ ആ വീര്യം കുറഞ്ഞ മദ്യം സാർ, അത് പാസ്സാക്കിയാൽ അത് പിന്നീട് ചർച്ച ചെയ്തിട്ട് മാത്രം നടപ്പിലാക്കാൻ പറ്റുമോ? ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അപ്പം തൊട്ട് ഇത് ഇംപ്ലിമെന്റ് ആവില്ലേ സാർ? ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ഇവിടെ സംസ്കൃതിയിലൊക്കെ നിയമമാണല്ലോ. ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ഇപ്പൊ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഇവിടെ ഇപ്പൊ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റില്ലേ? പിന്നെ നിങ്ങളുടെ UDF-ന്റെ മീറ്റിംഗ് കൂടി KPCC ഓഫീസിൽ പോയി ഇംഗ്ലീഷ് ഡൽഹി സംസാരിച്ച് അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഇത് എഫക്റ്റീവ് ആവത്തുള്ളൂ. ഈ സഭ ഇത് അംഗീകരിച്ചാൽ വിൽക്കാൻ പറ്റില്ലേ? അങ്ങ് പറഞ്ഞു ഇത് വിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ UDF-ന്റെ നയമെടുത്തേ വിൽക്കുന്നു. സാർ, ഇത് ഞങ്ങൾ പാസ്സാക്കുന്നു, വിൽക്കാൻ പറ്റും മനസ്സിലാക്കുന്നു. വിൽക്കാൻ പറ്റുമോ? അതേ ഉള്ളൂ. അതിന് സാങ്കേതികമായ കാര്യമാണ്, പറയേണ്ടതാണ്. സഭയുടെ അവകാശമാണല്ലോ. അടുത്ത് പറയാനിരുന്ന സെന്റൻസ് കൂടി അങ്ങ് കേൾക്കാനായിട്ട് സമയമെടുക്കാതെ നേരത്തെ ഇത് ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഇവിടെ ബജറ്റ് പാസ്സാക്കുകയല്ല. ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ വന്നു, ചട്ടം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉപക്ഷേപം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാം. അതോടുകൂടി ഉപക്ഷേപം അംഗീകരിക്കും. അതിനുശേഷമുള്ള നമ്മളുടെ പ്രോസസ്സ് അനുസരിച്ചുള്ള നടപടിക്രമം പോകും. അതല്ലാതെ നമ്മൾ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ബജറ്റ് പാസ്സാക്കുകയല്ല. ഇനി ഡിമാൻഡുകൾ വരികയാണ്, ചർച്ചകൾ വരികയാണ്. അവിടെ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുകയാണ്. അതുകൊണ്ട്
അങ്ങയുടെ ആ ക്രമപ്രശ്നം നിലനിൽക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സർ, ചട്ടം താൽക്കാലികമായി റദ്ദ് ചെയ്യുന്നതിനുള്ള ഉപക്ഷേപം. സർ, നിയമസഭാ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം 142 പ്രകാരം ബജറ്റ് ചർച്ചയുടെ അവസാനം ധനാഭ്യർത്ഥനകൾ ബന്ധപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും റിപ്പോർട്ടിനും വേണ്ടി അയച്ചു കൊടുത്തിരിക്കണമെന്ന നിബന്ധനയുണ്ട്. 2026-27 ബജറ്റ് ചർച്ച പൂർത്തിയാക്കി ധനാഭ്യർത്ഥനകൾ സബ്ജക്റ്റ് കമ്മിറ്റികൾക്ക് അയക്കുകയും അതിൻ്റെ റിപ്പോർട്ട് 2026 ഫെബ്രുവരി 23 സമർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ 2026-27 പുതുക്കിയ ബജറ്റ് നടപടിക്രമം പൂർത്തിയാക്കുന്നതിനായി ചട്ടം 142 പൂർണ്ണമായും 143 ഭാഗികമായും താൽക്കാലികമായി റദ്ദ് ചെയ്യണമെന്ന നിർദ്ദേശം 2026 മെയ് 29 ചേർന്ന കാര്യോപദേശക സമിതി അംഗീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ നിയമസഭാ ചട്ടം 142, 236 എന്നിവ പൂർണ്ണമായും ചട്ടം 143 ഭാഗികമായും ഇക്കാര്യത്തിനായി താൽക്കാലികമായി റദ്ദ് ചെയ്യുന്നതിന് ഈ സഭ തീരുമാനിക്കും. അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം സഭ അംഗീകരിക്കുകയാണ്.